ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 28-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ പാറയോട് ഉപമിച്ചിരിക്കുന്നു. ഉറപ്പുള്ളതും മാറ്റമില്ലാത്തതും നാശമില്ലാത്തതുമായി എന്നും നിലനിൽക്കുന്നതുമായ പാറ പോലെ ദൈവം എന്നേക്കും നിലനിൽക്കുന്നവനാണ്. അവനിൽ മാത്രമേ മനുഷ്യന് ശാശ്വതമായ അഭയസ്ഥാനമുള്ളൂ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ സങ്കീർത്തകൻ ദൈവത്തോട് നിലവിളിക്കുന്നു. നീ എൻ്റെ നിലവിളി കേട്ട് മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആയിത്തീരും. യഹോവ മിണ്ടാതിരുന്നാൽ ഭക്തൻ മരിച്ചവന് തുല്യനാകും. കുഴിയിലിറങ്ങുന്നവർ പാതാളത്തിലേക്ക് പോകുന്നവരാണ്. പാതാളം മൃത്യരുടെ ഇടമാണ്. യഥാർത്ഥ ഭക്തൻ പ്രാർത്ഥന കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നില്ല. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ദൈവം മൗനമായിരിക്കുമ്പോൾ ഭക്തൻ മൗനമായിരിക്കില്ല. വീണ്ടും വീണ്ടും നിലവിളിക്കും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്കുണ്ട് എന്ന ബോധ്യതയോടെ പ്രതിസന്ധിയിൽ നമുക്ക് നിലവിളിക്കാം. അവൻ നമ്മുടെ നിലവിളി കേട്ട് ഉത്തരം അരുളുന്നവനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടന്മാരും അകൃത്യം ചെയ്യുന്നവരും എന്നെ വലിച്ചുകൊണ്ടു പോകുമ്പോൾ എൻ്റെ നിലവിളി കേട്ട് എന്നെ വിടുവിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.